ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നേർന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എഞ്ചിൻ കംപ്രഷൻ ഇല്ല വണ്ടിക്ക്. അതായത് കൈ കൊണ്ട് അടിച്ചാൽ പോലും കിക്കറിന് വളരെ ഫ്രീ ആയിട്ട് പോവാം. വണ്ടി ഒന്നങ്ങോട്ട് സ്റ്റാർട്ടായിട്ട് വരും, അപ്പോൾ തന്നെ ഓഫായി പോവാം. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് കംപ്രഷൻ ലീക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഞ്ചിൻ ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ പിടിച്ചേക്കാണ് കേട്ടോ. പിസ്റ്റൺ ഉരുകി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓൾറെഡി അതുവഴിയാണ് കംപ്രഷൻ ലീക്ക് തന്നെ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. സിലിണ്ടറിനകത്തും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിനകത്ത് നല്ല രീതിയിൽ വരപ്പെട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇത് അത്യാവശ്യം പഴക്കമുള്ള വണ്ടിയാണ്. സിലിണ്ടർ ബോർ ചെയ്തെടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡ് ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് ആ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ലേത്തി കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അത് കൂടാണ്ട് വാൽവ് ലീക്കാണ്. ഈ വാൽവിനകത്ത് അത്യാവശ്യം കാർബൺ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഗൈഡും കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതും ലേത്തി കൊടുത്ത് ചെയ്താൽ മതി. അതായത് നമുക്ക് ഇത് ശരിക്കും അത്യാവശ്യം പഴക്കമുണ്ട് വണ്ടിക്ക്. തന്നെയല്ല നമുക്കിപ്പോൾ ശരിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും സിലിണ്ടറൊക്കെ പുതിയത് മേടിച്ച് കയറ്റാനാണ് നല്ലത്. പക്ഷേ എന്നാൽ പോലും ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിനൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ട്. എന്നാൽ വണ്ടി സ്റ്റാർട്ടായ സമയത്ത് സൗണ്ടോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ, സൗണ്ട് ഇല്ലെങ്കിൽ പോലും കണക്ടർ റോഡിന് പ്ലേ ഉണ്ട്. അപ്പോൾ അതൊരു റിസ്ക്കാണ്. നമുക്ക് അതുമേക്ക് പുതിയ സിലിണ്ടർ കയറ്റണേലും വലിയ കഥയില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് വണ്ടി ഉപയോഗിക്കണേന് ഈ പറഞ്ഞ രീതിയിൽ സിലിണ്ടർ ബോർ ചെയ്യുക. സിലിണ്ടർ ബോർ ചെയ്യുമ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, സിലിണ്ടർ ഈ യൂണിറ്റ് ഈ പഴയത് തന്നെയായിരിക്കും ഇടുക. പിസ്റ്റൺ അതിൻ്റെ റിങ്സ് അതിൻ്റെ പിസ്റ്റൺ പിന്നോട് ഇങ്ങോട്ട് ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പുതിയത് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുക. അതായത് ഇതിനേക്കാളും ഒരല്പം വലിപ്പം കൂടിയ സിലിണ്ടറാണ് വരാം. അത് ബോർ ചെയ്തിട്ട് ആ കറക്റ്റ് സൈസിലേക്ക് ആക്കി നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഒരു 0.25, അതായത് 1 mm പോലും, 1 mm-ൻ്റെ 4/1 നമുക്കതിൻ്റെ വലുപ്പത്തിലേക്ക് വരുള്ളൂ. ആ രീതിയിലാണ് ചെയ്യുക. ആ രീതിയിൽ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ മറ്റേ പാടൊക്കെ ചെയ്ത് വരുമ്പോൾ സിലിണ്ടർ കിറ്റിന് മാത്രം ഏകദേശം 4000 ചില്ലാൻ രൂപ കോസ്റ്റ് വരും. പിന്നെ ബാക്കിയത്തെ വർക്കുകൾ വേറെയും. കാരണം സിലിണ്ടർ മാറ്റിയാലും ഈ പറഞ്ഞ രീതിയിൽ ബാക്കി നമുക്ക് ചെയ്യാനുള്ള ഈ വാൽവ് മാറ്റി ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എമൗണ്ട് കൂടാണ്. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ് പോയി കിടക്കുന്നുണ്ട്. അതും നമുക്ക് എന്തെങ്കിലും മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വർക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്താൽ മതി. ലെയ്ത്ത് വർക്കായിട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മാറ്റണം. ഓൾറെഡി ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല ലീക്കാണ്. ഈ സൈഡൊക്കെ നല്ല ലീക്കുണ്ട്. അപ്പോൾ ആ ലീക്ക് കാര്യങ്ങളൊക്കെ മാറിക്കോളും കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ, ഇപ്പോൾ പിസ്റ്റൺ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിടിച്ച് അതിൻ്റെ സിലിണ്ടറിനകത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഓയിൽ തീർന്ന് ഓടുമ്പോഴേക്കാണ് സാധാരണ രീതിയിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് വരാം. അതായത് ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോൾ പിസ്റ്റൺ ലൂബ്രിക്കേഷനും നടക്കില്ല, ഓവർ ഹീറ്റിംഗ് വരും. അങ്ങനെ തന്നെ പ്രശ്നമാണ്. പിസ്റ്റൺ അലുമിനിയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകി പിടിക്കും. അതാണ് സംഭവിക്കണേ. അപ്പോൾ അത് ഓയിൽ ഇല്ലാതെ വരുമ്പോഴാണ് സാധാരണ കൂടുതലായിട്ട് വരാറ്. അപ്പോൾ ഞാൻ ഓയിൽ ഊറ്റി നോക്കി. അപ്പോൾ ഇതിനകത്ത് ഓയിൽ ലെവൽ കുറവ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ രണ്ട് രീതിയിലാവാം. ഒന്ന് ചിലപ്പോൾ ഒരു പക്ഷേ വണ്ടി ഓയിൽ തീർന്ന് ഓടി വേസ്റ്റ് പിടിച്ചതിന് ശേഷം രണ്ടാമത് ഓയിൽ ഒഴിച്ചേക്കണതാവാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഓയിൽ മോശമാണ്. അത്യാവശ്യം കളർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി എഞ്ചിൻ ഓയിലും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അതിനകത്ത് ഈ ലെയ്ത്ത് വർക്ക് ആയതുകൊണ്ട് ഒരു പക്ഷേ ലെയ്ത്ത് വർക്കിൽ വന്ന ഡിഫറൻസ്, അതായത് നമ്മൾ ഇടുന്നത് കൃത്യമായിരിക്കണമെന്നില്ല. അതിനകത്ത് വ്യത്യാസം വന്നാൽ, അത് ലെയ്ത്ത് വർക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് നമ്മളിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിനും ബാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഇടാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ എത്ര രൂപയ്ക്ക് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് തരാമെന്നുള്ള കേസ്, നമ്മുടെ ലേബറിൻ്റെ കേസൊക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതികളെ നമുക്ക് സിലിണ്ടർ ബോറിങ്ങിനൊക്കെ ഏകദേശം ഒരു റേറ്റ് വരും. പക്ഷേ ഈ വാൽവ് ഗൈഡിന് കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, 2 ഗൈഡൊക്കെ മാറേണ്ടി വന്ന എമൗണ്ട് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നേക്കാം കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ അത് നമുക്ക് 2 ദിവസം താമസം തന്നെ വർക്കാണ്. ലേറ്റിൽ പോയൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരല്പം താമസമൊക്കെ ഉണ്ടാവും. അതും കൂടിയും അറിഞ്ഞിരിക്കുക. ഓക്കെ.